കരുതരുത്. അദ്ദേഹം വളരെയേറെ കുടിച്ചിരുന്നു. അതുകൊണ്ടാണ്. മദ്യപിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. കമ്പനിക്ക് വേണ്ടി അല്പം കഴിക്കാമെന്ന് സമ്മതിക്കാറുണ്ട്. അയ്യോ, അങ്ങനെ പറയരുത്. തെറ്റെന്റേതാണ്. ഡിന്നർ കഴിഞ്ഞിട്ട് പോകാമെന്ന് ഞാൻ നിർബന്ധിച്ചതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ലായിരുന്നു. എന്റെ നില നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മുള്ളിൽ ചവിട്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്കതറിയാം. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അത് എന്റെ ഭർത്താവിന്റെ പരിസരബോധമില്ലായ്മ കൊണ്ടാണ്. എനിക്ക് ഇതിലധികം വേദനയുണ്ട്. അവൻ ക്ഷമിച്ചു. ഞാനിത് മറക്കാം. പക്ഷേ മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എനിക്ക് ആശ്വാസമായി സാർ. കഷ്ടം. സഹദേവൻ ഇങ്ങനെയായാൽ എല്ലാം എന്റെ വിധിയാണ്. ആലോചിക്കുമ്പോൾ എന്റെ മുമ്പിൽ ഇരുണ്ട ഭാവി മാത്രമേ കാണാനുള്ളൂ. സഹദേവന്റെ ഈ പോക്ക് അയാളെ തന്നെ അത് സംഭവിക്കാതിരിക്കാൻ അയാളെ നിയന്ത്രിച്ചേ പറ്റൂ. വെള്ളം വയ്ക്കും. ഏടി ചോദിക്കാൻ അദ്ദേഹം നിൽക്കുന്ന കണ്ടില്ലേ? സുകുമാരൻ സാർ. സുഷ്മേ, നീ മിസ്സസ് സുകുമാരനെ കണ്ടിട്ടില്ലല്ലേ? തനി സംഘം പോലെ ഇരിക്കുവടി. എന്തൊക്കെയാണ് പറയുന്നത് ഓർമ്മയുണ്ടോ? പോടി അവിടെ നിന്റെ ഒരു ഉപദേശം വിടാൻ. ഇങ്ങനെ കുടിച്ചു ഇതെവിടെ ചെന്ന് അവസാനിച്ചു? ചുടലപ്പുറമ്പ്. എന്റെ ദൈവമേ, ഞാൻ എത്ര തവണ പറഞ്ഞു ഇങ്ങനെ കുടിക്കരുതെന്ന്. ഞാൻ ശപിക്കപ്പെട്ടവളാണ്. എനിക്കെന്തിനീ ജന്മം? ഒരിക്കൽ സ്നേഹം തരികേണ്ട. വേറൊന്നും എനിക്ക് വേണ്ട. അല്പാഭയം മാത്രം. Hello? Is it UTC cottage? Please connect me to Suma. നമുക്ക് നേരെ ആലപ്പുഴ പോവാം. കുസുമയെ മിസ്സിസ് സഹദേവനെ നമുക്ക് വീട്ടിലിറക്കാം. സഹദേവൻ സാർ പോയി. മത്തായി പോയി പെട്ടിയെടുത്തോണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സംശയം നമുക്ക് ഇരിക്കാം.
ലാമ്പ് പോസ്റ്റിന്റെ അടുത്ത് വണ്ടി നിർത്തി. ഇനി ബൈ ബൈ. അത്തായി, ഈ യാത്രയിൽ എന്നോടൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. രാത്രി വിളിച്ചപ്പോ ഇതാ പുറപ്പെടുന്നു എന്ന് പറഞ്ഞു. നേരം വെളുത്തിട്ട് ആളിനെ കണ്ടില്ല. കാവിൽ അമ്മയുടെ കൃപ കൊണ്ട് ഒന്നും ഉണ്ടാവില്ല. തൂക്കുഞ്ഞ് ഇപ്പൊ വരും. എനിക്കെന്തോ മനസ്സിനൊരു സമാധാനമില്ല. വീണ്ടും തുടങ്ങിയ പിന്നെ എനിക്ക് വയ്യ. എന്റെ ജീവിതമാണ് തരുന്നത്. ചേച്ചി അത് മനസ്സിലാക്കുന്നില്ല. നിനക്കെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. അത് മതി. രാവിലെ ഓരോ പൊല്ലാപ്പം ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കും. ചേച്ചിക്ക് എന്നോട് വെറുപ്പാണോ? ചേച്ചിയോടല്ലാതെ എന്റെ സങ്കടം ഞാൻ വേറെ ആരോട് പറയും? അമ്മ മരിച്ചതിൽ പിന്നെ ഇതേ നിനക്ക് ഞാനുണ്ട്. പക്ഷേ എന്റെ ദുഃഖങ്ങൾ ഞാൻ ആരോട് പറയും? വൈകിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാ. രാത്രിയായിട്ടും കണ്ടില്ല. ഫോൺ ചെയ്തപ്പോ ഇതാ പുറപ്പെടുന്നു പറഞ്ഞു. നേരം വെളുത്തിട്ടും വന്നില്ല. ഇതാണോ കാര്യം? ഞാൻ വിചാരിച്ചു നിനക്ക് നിന്റെ കാര്യം മാത്രം. ചേച്ചി ഇത്ര മണ്ടിയായി പോയി. ചേച്ചൻ തിരക്കുള്ള ആളല്ലേ. ഓടാൻ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടവരെന്ന് വിളിച്ചാണ്. എവിടെയെങ്കിലും പോയിട്ട് വന്നു വേണം. അങ്ങനെയാണെങ്കിൽ എന്നോട് ഫോൺ ചെയ്ത് പറയുമായിരുന്നു. അതിനൊന്നും സമയം കിട്ടി കാണില്ല. എന്നാലും ചേച്ചിക്ക് ഇത് പറയാൻ നാണോ ഇല്ലല്ലോ. ഒരു കുട്ടികളെ പോലെ. ഓ, ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യ അല്ലേ? പൊടി. എന്നാലും ചേച്ചി എന്റെ ഒരു വീഴ്ച. ഇത്തവണ എന്ത് കഥയില്ലാതെയാണ് നിനക്ക് പറയാനുള്ളത്? പറയടി. വീണ്ടും വഴക്കിട്ടോ? കാരണം അയാളൊരു മുരടനാണ് ചേച്ചി. അയാളോ? കഴുത്തിൽ താടി കെട്ടിയ ഭർത്താവെയാണ് അയാളെന്ന് പറയുന്നത്? പെണ്ണേ, നിന്റെ നാക്കാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു. ചേച്ചി കാര്യം മനസ്സിലാക്കാത്തോണ്ട് എങ്ങനെ പറയുന്നത്? നീ പറയാൻ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? എനിക്ക് ഇപ്പോഴേ കറുപ്പം പിടിച്ച പിള്ളേരെ നോക്കി തോളിലിട്ടോണ്ട് നടക്കാൻ വയ്യ. ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങള്? എനിക്കിപ്പോഴൊന്നും വയ്യ. എന്ന് വെച്ചാ നമുക്കിത് കളയാം. വേണ്ട. നിങ്ങൾക്ക് എങ്ങനെ പറയാം? അനുഭവിക്കേണ്ടത് ഞാനാ. നീ അവിടെ നേരം വന്ന് കിടക്കാൻ നോക്കൂ. നിങ്ങളൊരു സ്വാർത്ഥനാണ്. നിങ്ങൾ ഒരുത്ത കാരണമാണ് ഇതെല്ലാം. പിന്നെ ഞാൻ ഒരുത്തരല്ലാതെ ഇതിനും പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് വേണമെന്നായിരിക്കും. കണ്ടോ കണ്ടോ, നിങ്ങളൊരു ദ്രോഹിയാണ്. ഓ, ഒരു വിധത്തിലും നീ എനിക്ക് സ്വയം തരില്ലല്ലോ. ഞാൻ ഒരുത്തരാണോ കാരണം? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നമുക്ക് രണ്ടുപേർക്കും ജോയിന്റ് റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ ബാങ്കിലെ ഡെപ്പോസിറ്റ് പോലെയാണ് ഇത്. ഇതേ ഞാൻ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുന്നവർ നീ കിടന്ന് തുള്ളുകയാണ്. ലോകത്തിലാരും കല്യാണം കഴിക്കാറില്ല. ഭാര്യമാരാരും ഗർഭം ധരിക്കാറില്ല. ആദ്യത്തെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും എനിക്കൊരു സന്തോഷമായി. എനിക്കിത് വയ്യ. ഇപ്പൊ തന്നെ വയറ് താങ്ങി പേപോലെ പിടിച്ച് നടക്കാൻ വയ്യെങ്കിൽ പിന്നെ എന്താ? അപ്പൊ ചേച്ചി എന്നെ കുറ്റപ്പെടുത്തിയാണോ? കുറ്റപ്പെടുത്തല്ല, സഹതപിക്കുക. അനങ്ങുമ്പോ ചുണ്ടി വരുന്ന ഈ സ്വഭാവം നീ മാറ്റിയേ പറ്റൂ. ഉത്തരവാദിത്തങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇത്ര ചെറുപ്പത്തിലോ? ചെറുപ്പമോ? നിന്റെ പ്രായത്തിൽ എന്റെ സൗമ്യക്ക് 1 വയസ്സ് കഴിഞ്ഞു. ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷമാണ്. ഈ നിമിഷം നീ പാഴാക്കി കളയരുത്. ഞാനങ്ങോട്ട് ചെന്നാ എന്നെ വഴക്ക് പറയും. പറഞ്ഞ കേൾക്കണം. നിന്റെ ഭർത്താവല്ലേ? ചേച്ചിയും കൂടെ വരുമോ? ഇല്ലില്ല. എല്ലാ തവണയും ഞാനും ചേട്ടനും കൂടി നിന്റെ താളത്തിന് തുള്ളുന്നതുകൊണ്ടാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത്. ഇത്തവണ ഞങ്ങൾ വരും. ചേച്ചി ഞാൻ ധൈര്യമായി പോടി. ഞാൻ വൈകുന്നേരം വിളിക്കാം. പോ പോ. ഇങ്ങനെ അങ്ങ് വിചാരപ്പെട്ടാലോ കുഞ്ഞു? വന്ന് കാത്തു. കുഞ്ഞുങ്ങൾക്ക് കാപ്പി കൊടുത്തു? കൊടുത്തു. വേണമല്ലോ. അവരൊന്നിച്ചാണ് കഴിച്ചത്. ഞാൻ പറഞ്ഞ പോലെ ആയില്ലേ? അമ്മണിയമ്മ പറഞ്ഞ് കാക്കെടുത്തില്ല. അതിനുള്ള ആള് വന്നു. അതാണ് ആയത്. ഞാൻ പറ്റി കാപ്പിടുത്തു. എന്തൊക്കെ ശാരദ വിശേഷം? മതി വിശേഷം. ഉടനെ പുറപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ജോലി? നേരം വെളുക്കോളം ഞാൻ ഉറക്കം വെച്ചിരുന്നു. ശാരദ ഇങ്ങനെ പരിശോധിച്ചാലോ? ഞാൻ എല്ലാം പറയാം. കാപ്പി എടുത്തു. ഞാൻ കുളിച്ചിട്ട് വരാം. വല്ലാത്ത വിശേഷം.
എന്താ? ആ ടവലിഞ്ഞെടുക്കൂ. ഇതാ കൊണ്ടുവരുന്നു. ചന്ദ്രേട്ട, ഞാൻ വന്നു. അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്തിട്ടാണോ വന്നത്? എനിക്ക് കുട്ടി ഉണ്ടായിക്കോട്ടെ, കോലം കെട്ട് പോയിക്കോട്ടെ. വേണ്ട വേണ്ട, നീ ഇവിടുന്ന് വഴക്കിട്ടിറങ്ങി പോയതല്ലേ, നീ ഇവിടെ നിൽക്കണ്ട, വയ്ക്കോ. ഞാൻ പോകുന്നില്ല. ആഹാ, നിന്നെ ഞാൻ ഡൈവോഴ്സ് ചെയ്യാൻ പോവാണ്, വയ്ക്കോ. ചന്ദ്രേട്ട, മര്യാദക്ക് നിൽക്കാമോ? ആ, എങ്കിൽ അവിടെ വന്നിരുന്ന് 2-3 മുറുക്ക് നിന്ന്. ഇനി ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ എന്റെ സ്വഭാവം മാറും. പോവില്ല. കുങ്കുമോ? പെണ്ണുങ്ങളുടെ മുടി പോലെ ഉണ്ടല്ലോ. നിനക്കെന്ത് പറ്റി? ഞാനൊരു മണ്ടത്തരം ആലോചിച്ചിരുന്നു പോയി. തുണിയൊക്കെ അലക്കടുത്തപ്പോഴേ ഈ ബനിയനിൽ കുങ്കുമ പൊട്ട് പോലെ ഒരു പാട്, ഇങ്ങനെയുള്ള ഒരു മുടി. അപ്പൊ ഞാൻ വിചാരിച്ചു ശങ്കരേട്ടൻ പറയുന്നത് ശരിയോ മറ്റോ ആണോന്ന്. ശങ്കരേട്ടൻ എന്ത് പറഞ്ഞു? ടൂറിന് പോകുമ്പോഴുള്ള കുസൃതികളെ പറ്റി ശങ്കരേട്ടൻ പറയാറില്ലേ? രഹസ്യക്കാരികളെ. ഞാനൊരു വണ്ടി പെണ്ണാണല്ലേ? എന്റെ മണ്ടിപ്പെണ്ണേ. ഹലോ, ആരാ സംസാരിക്കണേ? കേൾക്കുന്നില്ലേ? അവർക്ക് സംസാരിക്കണോ? ഇത് ഞാനാ, പ്രേംനസീറോ? അയ്യോ, ഇതെന്തല്ലേ സാർ വിശേഷങ്ങൾ? ഞാനങ്ങനെ ജീവിച്ചു പോകുന്നു. പ്രേമനായിരുന്നു. എവിടെ സംസാരിക്കണേ? കോടമ്പാക്ക ഇത് കോമലതാണോ? ആ, റോങ് നമ്പർ നിങ്ങളുടെ ആയിരിക്കും. ഞങ്ങൾ ഇതുവരെ റോങ് നമ്പർ ആയിട്ട് ഇനി റോങ് നമ്പർ ആവില്ല വ്യവസായം കൊണ്ട്. എന്താടാ റോങ് നമ്പർ ആത്രേ. റോങ് നമ്പർ അവന്റെ ആയിരിക്കും. ചായ ഉണ്ട്, ചായ ഉണ്ട്. ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റ്. ഹലോ, ആരാടാ? അപ്പൂട്ടനാണോ? ഞാനാ അപ്പൂട്ടൻ. ഹലോട് ആരാണ് പറയൂ? നിന്റെ തന്ത. അമ്മയോ? എന്റെ തന്ത മരിച്ചുവല്ലോ, പിന്നെ ചെയ്ത് തന്ത. അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കാൻ അമ്മയും ചത്തുപോയി. അലോൺ അലോൺ, ആരാണ് അലോൺ? പറയലോൺ. നിന്റെ മുതലേ ഉണ്ടോ അവിടെ? ഇവിടെ ഉണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട്. പോയി ചായ കൊണ്ടുവാ. ഹലോ, ഇത് ഞാനാണ് ശങ്കർ. നിന്റെ ചേട്ടനെ എഴുന്നള്ളിയോ? പ്ലീസ് പ്ലീസ് കീപ് ദി ലൈൻ. ചേട്ടാ, ചേട്ടാ, ശങ്കർ ടോട്ട് ദി ലൈൻ. അയ്യോ, ശങ്കരേട്ടൻ ഇന്നലെ വന്നിരുന്നു. വന്നാൽ ഉടനെ വിളിക്കാൻ പറഞ്ഞിരുന്നു. ഞാനും അത് മറന്നുപോയി. ഹലോ, നീ എപ്പോ വന്നു? ഓക്കെ. നിന്നെ കാണാതെ നിന്റെ സഹധർമ്മിണി പാമ്പിയത്തെ കാക്കാലിനെ പോലെ നിന്ന് ഉരുകയായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞല്ലോ നീ വന്ന ഉടനെ ഇങ്ങോട്ട് വിളിക്കാൻ. അവളത് മറന്നു കാണും. 2 ദിവസം നോമ്പ് വീഡിയോതല്ലേ. ഓടാടുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ടൂറൊക്കെ? പ്രോബ്ലംസ് എല്ലാം തീർന്നോ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. മിക്കവാറും. പിന്നെ ഞാൻ വിളിച്ചത് ഭാരതി ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇല്ലേ? ഇല്ല, സമയം കിട്ടിയില്ല. സമയം കിട്ടൂല, എനിക്കറിയാം. ഓടാവിടുന്നു. എടാ, വേണു വന്നിട്ടുണ്ടല്ലോ. നാണക്കുട്ടനും ശ്രീദേവി ഇവിടെ ഉണ്ട്. നിങ്ങൾ എല്ലാം കൂടെ ഒന്ന് ഇങ്ങോട്ട് വരണം. പക്ഷെ ഇന്ന് വേണ്ട. മാത്രമല്ല ഓഫീസിൽ ഒന്ന് പോകണം. നാളെ വരാം. അപ്പോ അങ്ങയുടെ തിരുവള്ളം പോലെ തന്നെ ആവട്ടെ. പെണ്ണണ വരികയാണ്. സൽക്കാരൊക്കെ ഗംഭീരമാണ്. ഗംഭീരമാണെന്ന് പറഞ്ഞാൽ നീ മറ്റൊന്നും കഴിക്കില്ലല്ലോ. അപ്പൊ ശരി. വേണു, ശങ്കർ വിളിച്ചിരുന്നത് ചേട്ടത്തിയമ്മ പറഞ്ഞു. നാളെ അതുവരെ ഒന്ന് പോണം. വേണ്ട, ഞാൻ വരുന്നില്ലേ? വരുന്നില്ലേ? എന്തുകൊണ്ട്? ഞാനെല്ലാം ചേട്ടത്തിയമ്മയോട് പറഞ്ഞിട്ടുണ്ട്.
അപ്പോ അതാണ് നിന്റെ നിലപാട്. വേണു, അച്ഛനും അമ്മയും മരിച്ചിട്ട് ആ ദുഃഖം നിന്നെ അറിയിക്കാതെ ഞാൻ വളർത്തി. നിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഞാൻ എതിരെ നിന്നിട്ടില്ല. പക്ഷെ നീ വിവരക്കേട് കാണിക്കുമ്പോ അത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. ചേട്ടാ, നിന്റെ നന്മയ്ക്കാണ്ട് ഞാനീ പറയുന്നത്.